ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാജസ്ഥാനിലെ ജോധ്പൂർ ടൗണിലെ ഉമൈദ് ഭവൻ പാലസ് കാണാനാണ് പോകുന്നത്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിൽ ഒന്നാണിത്. രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂർ കഴിഞ്ഞാൽ രാജസ്ഥാനിലെ വലിയ നഗരമാണ് ജോധ്പൂർ. ഇവിടെ 19 ലക്ഷത്തിൽ പരം ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരം കൂടിയാണിത്. ജോധ്പൂർ ഒരു ജില്ലയും കൂടിയാണ്. ഈ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഇവിടം. റാത്തോർ വംശത്തിലെ രജപുത്ര തലവനായിരുന്ന ജോധാ റാത്തോഡ് 1459 മാർവാർ രാജ്യത്തിൻ്റെ ചരിത്രപരമായ തലസ്ഥാനം കൂടിയായിരുന്നു ജോധ്പൂർ. മനോഹരമായ ഭൂപ്രകൃതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൊട്ടാരങ്ങളും കോട്ടയും ക്ഷേത്രങ്ങളുമുള്ള ഒരു പ്രശസ്ത വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ജോധ്പൂർ. പഴയ നഗരം മെഹ്റാൻ ഹെഡ് കോട്ടയെ വലയം ചെയ്ത് സ്ഥിതി ചെയ്തിരിക്കുന്നു. നിരവധി കവാടങ്ങളുള്ള ഈ നേരത്തെ കടന്നതും അതുപോലെ ഈ കാണുന്നതുമായ നിരവധി വലിയ കവാടങ്ങളുള്ള ഒരു മതിലിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ജോധ്പൂർ ടൗൺ. നമ്മളിൽ കടക്കുന്ന കവാടം പോലെ നേരത്തെയും ഒരു കവാടത്തിലൂടെയാണ് കടന്നിരുന്നത്. ജോധ്പൂരിലെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണങ്ങളിൽ ഒന്നാണ് നഗരത്തെ അഭിമുഖമായി നിൽക്കുന്ന മെഹ്റാൻ ഹെഡ് കോട്ട. ഇതിനു ചുറ്റുമാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും വലയം ചെയ്തിരിക്കുന്ന കോട്ടയും മതിലും ഉള്ളത്. ജോധ്പൂരിലെ മധുരപലഹാരങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രശസ്തമാണ്. അതും നമുക്ക് ഇവിടെ വന്നാൽ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് അവിടുത്തെ ജോധ്പൂരിൻ്റെ ഒരു പ്രദേശത്തുള്ള ചെറിയൊരു പുരാതന ടൗണും സ്ട്രീറ്റിലും കൂടെയുമുള്ള ഒരു ഏരിയയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിലത്തെല്ലാം നല്ല ചെങ്കല്ല്, അവിടുത്തെ മാർബിള് ഒക്കെ പാകിയ ഒരു ചെറിയ പുരാതന ഒരു സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ അങ്ങനെ നേരെ ഉമൈദ് ഭവൻ പാലസ് കാണാനുള്ള യാത്രയിലാണ്. ഉമൈദ് ഭവൻ പാലസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിൽ ഒന്നാണ് ഉമൈദ് ഭവൻ പാലസ്. ഈ കാണുന്നതാണ് 347 മുറികളുള്ള ഈ കൊട്ടാരം മുൻ ജോധ്പൂർ രാജകുടുംബത്തിൻ്റെ പ്രധാന വസതികളിൽ ഒന്നായിരുന്നു. ഇത് സ്വർണ്ണ മഞ്ഞ കളറിലുള്ള, ഈ കാണുന്നത് പോലെ സ്വർണ്ണ മഞ്ഞ കളറിലുള്ള മണൽക്കല്ലുകളാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരം നിർമ്മിക്കുമ്പോൾ അന്ന് ഇതിനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വറുതീര കാലഘട്ടം വന്നു. ആ വറുതീര കാലഘട്ടം വന്ന് ജനങ്ങൾക്ക് പണിയെടുക്കാനും പണിതാൽ കൂലിയൊന്നുമില്ല, അതുപോലെ തന്നെ വരുമാനമൊന്നുമില്ല, കൃഷിയിലൊന്നും വെള്ളം കിട്ടാനില്ല. ആ സമയം വന്നപ്പോൾ ഇവർക്ക് രാജാവ് ഒരു പണി കൊടുത്തതാണ് ഈ കൊട്ടാരം നിർമ്മാണം. അന്ന് 2000 മുതൽ 3000 പേർ വരെ പണിയെടുത്ത ഇതാണ് ഈ കൊട്ടാരം എന്നറിയപ്പെടുന്നു. ഇതിൽ നിന്ന് ഇവർക്ക് വരുമാനം കിട്ടും എന്നാണ് രാജാവ് അന്ന് ഈ വലിയ ബംഗ്ലാവ് പണിതപ്പോൾ രാജാവ് പറഞ്ഞ ന്യായം. ഈ കൊട്ടാരത്തിൻ്റെ ഒരു സൈഡ് ഇന്ന് ടാറ്റ ഗ്രൂപ്പിൻ്റെ താജ് റെസിഡൻസി ഹോട്ടലാണ് ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നത്. ഇവിടെ വലിയ വലിയ വിവാഹങ്ങളും അതുപോലെ തന്നെ ആഡംബരമായ ഫംഗ്ഷനുകളൊക്കെ നടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് താജ് ഉമൈദ് ഭവൻ പാലസ് ജോധ്പൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു കുന്നിൻ മുകളിലാണ് ഈ കൊട്ടാരം നിലനിൽക്കുന്നത്. ജോധ്പൂരിലെ ചിറ്റാർ കുന്ന് എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിലാണ്. അവിടെ നിന്ന് ജോധ്പൂർ ടൗണിലേക്കുള്ള ഒരു ദൃശ്യങ്ങളാണ്, മനോഹരമാണ്. ഇവിടെ രാജസ്ഥാനിലെ തനി നാടൻ ഡ്രസ്സെല്ലാം, അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സെല്ലാം ഇട്ട് ഇവിടെ വന്ന കുറച്ച് വനിതകളാണ്. ഇതെല്ലാം കൊട്ടാരവും എല്ലാം കാണാൻ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളാണ്. ഇവിടെ നിന്ന് താഴത്ത് നോക്കുമ്പോൾ ഒരേ വലിപ്പത്തിൽ ഓരോ 2-3 നിലയുള്ള ഓരോ വലിപ്പത്തിലുള്ള ബിൽഡിങ്ങുകൾ മാത്രം. അത് താമസിക്കുന്നതാവാം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിനാവാം. ഒരേ ഉയരത്തിലുള്ളതാണ് കാണുന്നത്. ഇത് അതുകൊണ്ട് വലിയ അമ്പരച്ചുംബിയായ ഫ്ലാറ്റുകളോ ഒന്നും കാണാനില്ല. ഇവർ നമ്മളെ മലയാളി സുഹൃത്തുക്കളാണ്. ഇവരും ഇവിടെ ഈ ജോധ്പൂർ കാണാൻ വന്നിരിക്കുന്ന മലയാളികളാണ്. കൊച്ചിയിൽ നിന്നാണ്. ഒരു ഉമൈദ് പാലസിൽ 2 മലയാളികൾ കിട്ടിയായിരുന്നു ആൾക്കാർ. പേര് അങ്ങനെ അവരെയും പരിചയപ്പെട്ട് ഇതെല്ലാം കണ്ട് ഈ
കോട്ടയിലെ 15 ഏക്കറിൽ വരുന്ന പൂന്തോട്ടമുണ്ട്. 26 ഏക്കറോളം ഉള്ള ഒരു സ്ഥലത്താണ് കൊട്ടാരം വ്യാപിച്ചു കിടക്കുന്നത്. ഈ പൂന്തോട്ടത്തിൻ്റെ നടുവിലായി ഒരു വിൻറ്റേജ് കാർ മ്യൂസിയവുമുണ്ട്. ഈ കാർ മ്യൂസിയത്തിൽ അന്നത്തെ രാജാവ് ഉപയോഗിച്ചിരുന്ന വില കൂടിയ അത്യാഡംബര കാറുകളായ കാറുകൾ, ബെൻലിയുടെ കാറുണ്ട്, അതുപോലെ തന്നെ മെഴ്സിഡസ് ബെൻസ്, റോൾസ് റോയ്സ് എന്നിവയെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏത് വർഷത്തെ ഉണ്ടാക്കിയതാണ്, എത്ര CC ആണ്, എല്ലാം തന്നെ അവിടെ വിവരണങ്ങളെല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1929 ഈ കൊട്ടാരം പണി ആരംഭിച്ചത്. 1943 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇത് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജകീയ വസതികളിൽ ഒന്നായി മാറുകയും ചെയ്തു. ഈ മഹാരാജാവിൻ്റെ ക്ലാസിക് കാറുകൾ, വിൻറ്റേജ് കാറുകൾ കാണാൻ ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഉടമ, ഈ മഹാരാജാവിൻ്റെ ഒരു മകൻ, ഇതിൻ്റെ കോട്ടയുടെ ഒരു സൈഡിൽ ഇപ്പോഴും അവകാശി മഹാരാജൻ ഗജസിംഗ് താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ രാജാവിന് വെറും 4 കൊല്ലമേ ഇതിൽ കഴിയാൻ പറ്റുകയുള്ളൂ. 1943 ഇത് പണി പൂർത്തീകരിച്ചാലും 1947 അദ്ദേഹം ഇവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതെല്ലാം റോൾസ് റോയ്സിൻ്റെ വിൻറ്റേജ് കാറുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാഡിലാക്കിൻ്റെ ഉണ്ട്. അങ്ങനെ ധാരാളം വിൻറ്റേജ് കാറുകളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതും ഒരു അത്ഭുതമാണ്. അന്ന് കാലത്ത് ഇതെല്ലാം രാജാക്കന്മാർ വലിയ ആഡംബര ജീവിതവും നയിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഇത് റോൾസ് റോയ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇനിയും രാജസ്ഥാനിൽ ഒത്തിരി കാണാനുണ്ട്. രാജസ്ഥാനിൽ നമ്മൾ വരികയാണെങ്കിൽ, രാജസ്ഥാൻ കണ്ടു തീർക്കണമെങ്കിൽ 15 മുതൽ 20 ദിവസം വേണ്ടി വരും രാജസ്ഥാനിലെ എല്ലാ ഭാഗങ്ങളും കണ്ടു തീർക്കാൻ. അത്രയേറെ പ്രാധാന്യമുള്ള ചരിത്രപരമായ ഒരു സംസ്ഥാനം കൂടിയാണ് ഈ രാജസ്ഥാൻ. അങ്ങനെ ഇന്ന് രാജസ്ഥാനിലെ ഉമ്മൈദ് ഭവൻ പാലസ് കണ്ട് വീണ്ടും ഇവിടെ തന്നെയുള്ള ജോധ്പൂരിൽ തന്നെയുള്ള മെഹ്റാൻഗഡ് ഫോർട്ട് കാണണം.